പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ. ഇന്ന് ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനം. 1853 ആഗസ്റ്റ് 25 തിരുവനന്തപുരം ജില്ലയിൽ കൊല്ലൂർ എന്ന സ്ഥലത്താണ് ചട്ടമ്പിസ്വാമികൾ ജനിച്ചത്. ചട്ടമ്പിസ്വാമികളുടെ അച്ഛൻ വാസുദേവൻ നമ്പൂതിരി, അമ്മ നങ്ങേമപിള്ള. അദ്ദേഹത്തിൻ്റെ ഭവനം ഉള്ളൂർക്കോട് വീട്. ചട്ടമ്പിസ്വാമികളുടെ ആദ്യകാല ഗുരുവായിരുന്നു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. രാമൻപിള്ള ആശാൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കവേ ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്നായിരുന്നു വിളിച്ചത്. പിന്നീട് ചട്ടമ്പി എന്ന പേരിൽ അറിയപ്പെട്ടു. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലാർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനായിരുന്നു ചട്ടമ്പിസ്വാമികൾ. ചട്ടമ്പിസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നായിരുന്നു. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടു. സർവ്വവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടു. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്ന പേരുകളിലും അറിയപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികളായിരുന്നു. കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനായിരുന്നു ചട്ടമ്പിസ്വാമികൾ. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പിസ്വാമികൾ രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം. ചട്ടമ്പിസ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയായിരുന്നു പ്രാചീന മലയാളം. ചട്ടമ്പിസ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന തൈക്കാട് അയ്യാസ്വാമികളായിരുന്നു. ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ആഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി സർക്കാർ പ്രഖ്യാപിച്ചു. അവർണർക്കും വേദം പഠിക്കാം എന്നു സ്ഥാപിച്ച ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. സമസ്ത ജീവജാലങ്ങളുടെയും ആത്മനിർവേശം പരിഗണിച്ച യോഗിയായിരുന്നു അദ്ദേഹം. ജാതിഭേദങ്ങളുടെ വേലിക്കെട്ടിനപ്പുറം നിന്നവരെ മാറോട് ചേർത്ത മനുഷ്യസ്നേഹി, അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ അനാചാരങ്ങളെ വെല്ലുവിളിച്ച വിപ്ലവകാരി. വെള്ളമുണ്ടും തോളിൽ തോർത്തുമായിരുന്നു വേഷം. സിദ്ധികൾ പ്രദർശനത്തിനു വേണ്ടി അവതരിപ്പിക്കുന്നതും അദ്ദേഹത്തിൻ്റെ രീതിയല്ലായിരുന്നു. യോഗചര്യകളല്ല, ജീവിത വിശുദ്ധിയാണ് പ്രധാനമെന്ന് വിശ്വസിച്ചു. സാമൂഹികമായ മാറ്റത്തിന് മൈതാന പ്രസംഗമല്ല, ഗൃഹസദസ്സുകളിലെ പ്രഭാഷണമാണ് തൻ്റെ മാർഗമായി അദ്ദേഹം സ്വീകരിച്ചത്. ജീവകാരുണ്യത്തെയും സദാചാരത്തെയും ജീവിത വിശുദ്ധിയെയും മാനുഷിക സമത്വത്തെ പറ്റിയുമാണ് അദ്ദേഹം പ്രഭാഷണം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഉദ്ബോധനങ്ങൾ കേരളീയരുടെ മനസാക്ഷിയിൽ പുരോഗമന ചിന്തയുടെ നൂലിഴകൾ പാകി. അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പിസ്വാമികളുടെ അന്വേഷണ ബുദ്ധി ചെന്നെത്താത്ത വൈജ്ഞാനിക മേഖലകളില്ല. ഹിന്ദുമതത്തിലെ ബ്രാഹ്മണ ആധിപത്യത്തെ ചോദ്യം ചെയ്തു. ക്രിസ്തുമതച്ഛേദനം എന്ന പുസ്തകവും ഇദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ നിഷേധം, സ്ത്രീ പുരുഷ സമത്വവാദം, സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം എന്നിങ്ങനെ അതുവരെ കേരളീയ സമൂഹം ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ അദ്ദേഹം പൊതുവേദികളിൽ അവതരിപ്പിച്ചു. മതപുരാണങ്ങളെയും ആചാരങ്ങളെയും യുക്തിയുടെ അടിസ്ഥാനത്തിൽ സമീപിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി. അദ്ദേഹത്തിൻ്റെ കൃതികളായിരുന്നു അദ്വൈത ചിന്താ പദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങൾ, ആദിഭാഷ, അദ്വൈത വരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, നിജാനന്ദ വിലാസം, വേദാധികാര നിരൂപണം, വേദാന്തസാരം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, സർവമത സാമരസ്യം, പരമഭട്ടാര ദർശനം, ബ്രഹ്മത്വ നിർഭാസം എന്നിവ. ചട്ടമ്പിസ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പിസ്വാമികളെക്കുറിച്ചാണ്. ചട്ടമ്പിസ്വാമികളുടെ പ്രധാന ശിഷ്യനായിരുന്നു ബോധേശ്വരൻ. ചട്ടമ്പിസ്വാമികൾ 1924 മെയ് 5 സമാധിയായി. ചട്ടമ്പിസ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കൊല്ലം ജില്ലയിലാണ് പന്മന. ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യർ പണിത ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം.
1853 ആഗസ്റ്റ് 25 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലെ കണ്ണമ്മൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. പ്രശസ്തമായ ഉദ്ധരണിയാണ് അനുകമ്പയാകുന്ന തേൻ കൊണ്ട് നിറഞ്ഞതാകണം മനുഷ്യ മനസ്സ് എന്നത് ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ ആൻഡ് ലൈക്ക് ഇറ്റ്. താങ്ക് യു.